ഡോക്ടർ, ഈ ഇന്റിമേറ്റ് ഏരിയ റിജുവനേഷനിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുക? കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്റിമേറ്റ് പാർട്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന സ്ത്രീകൾ, അതോടൊപ്പം തന്നെ കുറച്ച് മിഡ് ലൈഫിൽ എത്തുമ്പം യൂറിൻ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്, ഇവർക്കൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്റിമേറ്റ് ഏരിയ റിജുവനേഷൻ. എന്താണ് ഇന്റിമേറ്റ് ഏരിയ എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ തൊടകളുടെ ഉള്ളിലുള്ള ഇന്നർ തൈസ്, അതേപോലെ തന്നെ നമ്മുടെ വൾവ, വജൈന, യോനി ഭാഗം, ഇതൊക്കെ ഇന്റിമേറ്റ് ഏരിയയിൽ പെടുന്ന ഭാഗങ്ങളാണ്. അപ്പം ആദ്യം നമ്മൾ ഇതിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ സ്കിന്നിൻ്റെ പ്രോബ്ലംസിനെ ആദ്യം ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും. റഫ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കാം, ബംസ് ഉണ്ടാവാം, കുറച്ച് ഹെയർ ഗ്രോത്ത് എക്സസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ PCO പോലുള്ള പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് ആ തൈസിൽ വരെ കൂടുതൽ എക്സസ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാം. അപ്പോൾ ഹെയറിൻ്റെ പ്രോബ്ലംസ്, പിന്നെ അതേപോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, കുറച്ച് കരിവാളിച്ചിരിക്കുക, കുറച്ച് തടി കൂടുതലുള്ള ആൾക്കാർ, തൈസിൻ്റെ അവിടെ ഫാറ്റ് കൂടുതലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അവർക്കൊക്കെ കോമൺ ആയിട്ട് കാണുന്നൊരു പ്രോബ്ലമാണ് ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ, കുറച്ചും കൂടെ കറുപ്പ് കളർ കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസിനെ ആദ്യം ട്രീറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. ലേസേഴ്സ് അവൈലബിൾ ആണ്, ഹൈഫു, ഡിയോഡ് ലേസർ, അങ്ങനെ പല ഇതും അവൈലബിൾ ആണ്. അപ്പോൾ സ്കിന്നിനെ ട്രീറ്റ് ചെയ്ത് സ്കിന്നിനെ വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കുന്നതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി പ്രൊസീജിയർ. അതിനുശേഷം നമ്മൾ ആ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ആ കരിവാളിപ്പ് കുറയ്ക്കാനായിട്ട് നമുക്ക് കെമിക്കൽ പീലിംഗ് പോലുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് പ്രസക്തി ആർജിച്ച് വരുന്ന ഒരു കാര്യമാണ് വജേഷ്യൽ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്. അത് നമ്മൾ മുഖത്തിന് നമ്മൾ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ടും അതിനെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ഫേഷ്യൽ ചെയ്യുന്നതിന്റെ പോലെ നമ്മൾ ഇന്റിമേറ്റ് ഏരിയയിൽ യൂസ് ചെയ്യുന്ന ഒരു ഫേഷ്യൽ പോലത്തെ പ്രൊസീജിയറാണ് വജേഷ്യൽ എന്ന് പറയുന്ന പ്രൊസീജിയർ.